ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ മകൻ്റെ 6ാമത്തെ പിറന്നാളാണ്. രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. മയിൽവേളം മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കുറേയായി അമ്പലത്തിൽ പോയിട്ട്, ഇന്ന് പിറന്നാളായതുകൊണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. ഈ കാണുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ്, IMNS GHSS മയിൽ. അവിടെ നിന്നും നമ്മൾ അമ്പലം റോഡിലേക്ക് തിരിഞ്ഞ് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. കാറിലായിരുന്നു യാത്ര. വണ്ടിയെടുത്തത് ഇവരുടെ സ്വന്തം അങ്കിയേട്ടനാണ്. അങ്ങനെ നമ്മൾ കാറിൽ നിന്നിറങ്ങി കാലുകൾ കഴുകാൻ വേണ്ടി അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. കുറേയായി അമ്പലത്തിലേക്ക് വന്നിട്ട്, അതുകൊണ്ട് തന്നെ ധാരാളം മാറ്റങ്ങൾ ഇവിടെ ഞാൻ കണ്ടു. വളരെ വിശാലമായ കുളമാണ്, ധാരാളം സ്റ്റെപ്പുകളും എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാലുകൾ കഴുകി കുറച്ച് സമയം അവിടെ നിന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മളവിടെ നിന്നിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോയി. സ്റ്റെപ്പുകൾ കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പതുക്കെയായിരുന്നു മകൻ കയറിയിരുന്നത്. വേളം മഹാഗണപതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി. കഴിഞ്ഞ വിഷുവിന് മാമൻ്റെയും മാമയുടെയും ഏട്ടൻ്റെ എല്ലാം കൂടെ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ കയറിയ പാടവൻ പറയുന്നുണ്ടേനും. അങ്ങനെ നമ്മൾ പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറി. കുറേയായി അമ്പലത്തിൽ വന്നിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും വലിയ മാറ്റങ്ങളെല്ലാം കാണുന്നുണ്ട്. വഴിപാട് കൗണ്ടറിൽ നിന്നും വഴിപാടിനുള്ള റെസീറ്റ് മുറിച്ച്, അവൻ്റെ പിറന്നാളായതുകൊണ്ട് അവൻ പിടിക്കാമെന്ന് പറഞ്ഞു റെസീറ്റും കൊണ്ട് പുറത്തേക്ക് വന്നു. സമയം ഒരു 8-8:30 അതുകൊണ്ടാവാൻ അമ്പലത്തിൽ തിരക്ക് കുറച്ച് കുറവായിരുന്നു. മലക്ക് പോകാനുള്ള അയ്യപ്പന്മാരുടെ തിരക്ക് അവിടെ കണ്ടു. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയോ വീഡിയോഗ്രാഫിങ്ങോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ കയറി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു. വഴിപാടെല്ലാം കൂട്ടുകാർക്ക് പായസം വേണമെന്ന് പറഞ്ഞിട്ട് പണപ്പായസവും കഴിപ്പിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. കുറച്ച് സമയം അമ്പലത്തിൻ്റെ പുറത്ത് ചിലവഴിച്ചു. പിന്നെ സ്കൂളിൽ പോകാനുള്ള സമയമായതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അമ്പലത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ ശാന്തമായ അന്തരീക്ഷമാണല്ലോ അമ്പലത്തിലുള്ളത്, അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി സ്കൂളിലേക്ക് കുട്ടികളെല്ലാം പോകുന്നത് കണ്ടു. ഇനി ക്ലാസ്സിൽ ഇവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സും പെൻസിലും വേണമെന്ന് പറഞ്ഞിരുന്നു. അതും വാങ്ങി ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിലെത്തി. മയിൽ LP സ്കൂൾ പ്രീ പ്രൈമറി UKGയിലാണ് പഠിക്കുന്നത്. കിറ്റ് അവൻ്റെ കൈവശം കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്രമല്ല, ഓട്ടോയിൽ വരുന്ന കൂട്ടുകാർക്ക് മുട്ടായി വിതരണം ചെയ്തു. കൂടാതെ മാധവേട്ടനും കൊടുത്തു. മാധവേട്ടൻ്റെ ഓട്ടോയിലാണ് അവർ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. അങ്ങനെ എല്ലാവർക്കും മുട്ടായി കൊടുത്ത് കൂട്ടുകാരോടൊക്കെ ടാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. രാത്രിയായിരുന്നു കേക്ക് കട്ടിങ്ങും മറ്റും. ചെറിയൊരു കേക്ക് വാങ്ങി. കേക്കിൻ്റെ മുകളിൽ അവൻ്റെ പേരും കണ്ടപ്പോൾ മോന് വളരെ സന്തോഷമായി. അവൻ കേക്ക് കട്ട് ചെയ്ത് ഏട്ടനും അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു. പുതിയ വീട്ടിലെ അവൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. എന്നിരുന്നാലും അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം മിസ് ചെയ്ത പോലെ തോന്നി. കഴിഞ്ഞ വർഷം വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവൻ ഇന്നലെ വല്ലാതെ മിസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അവർക്ക് വേണ്ടി കേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് കേക്കൊക്കെ മാറ്റി വെച്ചു. ഊണിലും ഉറക്കത്തിലും ഉണ്ടായിരുന്ന അവൻ്റെ 2 ഫ്രണ്ട്സായിരുന്നു ആദവും
ധ്യാൻദേവും. അവരെ എനിക്കും വല്ലാതെ മിസ്സായി ഇന്നലത്തെ ഈ ആഘോഷത്തിൽ. കേക്കൊക്കെ മാറ്റി വെച്ചു. പിന്നെ വന്ന എൻ്റെ മേമക്കും ആപ്പനും പിന്നെ അടുത്തുള്ള വീട്ടിലെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തു. നമ്മളങ്ങനെ അവൻ്റെ ഈ പിറന്നാൾ സന്തോഷത്തോടെ ആഘോഷിച്ചു. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh.